ആൾക്കാർക്ക് നമ്മൾ കണ്ടിട്ടുള്ളത് 5000 രൂപയുടെ സിറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര അടിപൊളി സ്കിന്നുള്ളതായിട്ടും കണ്ടിട്ടില്ല. ഈ 500 രൂപയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ആൾക്ക് അത്ര മോശം സ്കിന്നുള്ളതായിട്ടും കണ്ടിട്ടില്ല. പക്ഷേ അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു ഇൻഫ്ലുവൻസർ പറയുന്നത് കേട്ടിട്ട് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ ഇൻഫ്ലുവൻസർ തന്നെ പറയുന്നു വേറൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് കാണിച്ചു ഇതാണ് ബെറ്റർ. ഇപ്പോൾ ഗുവാഷ പോലെയുള്ള ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി സ്കിന്ന് അല്ലെങ്കിൽ ഫേസ് സ്കൾപ്റ്റഡ് ആവും എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു തെറ്റായ കാര്യമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യണം, നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യണം, ഹാർഷ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണം. 2026 സ്കിൻ കെയർ ചെയ്യുന്നത് ചിലവേറിയ ഒരു കാര്യമാണോ അതോ എന്താ പറയുക ഒരു ബജറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ സാധ്യമാണോ? അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ വെൽക്കം ബാക്ക് ടു വീണ സിഗ്നേച്ചർ. ഞാൻ വീണ, പ്രൊഫഷണലിസ്റ്റ് ആൻഡ് സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 2026 നല്ലൊരു സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് ആവശ്യമാണോ അതോ ഭയങ്കര ബജറ്റിൽ നിന്നിട്ട് ഒരു 500 രൂപയ്ക്കൊക്കെ ഒരു മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നന്നായിട്ടിരിക്കും? കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ കണ്ടിട്ടുള്ളത് 5000 രൂപയുടെ സിറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര അടിപൊളി സ്കിന്നുള്ളതായിട്ടും കണ്ടിട്ടില്ല. ഈ 500 രൂപയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ആൾക്ക് അത്ര മോശം സ്കിന്നുള്ളതായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ എക്സ്പെൻസ് അല്ല എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ഒരു മൈൻഡ് സെറ്റും കൺസിസ്റ്റൻസിയും എന്തിനു വേണ്ടി നമ്മളത് ചെയ്യുന്നു എന്നുള്ള കാര്യവുമാണ്. 10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളത്. അത് ആ സമയത്ത് ശരിയായ ഒരു കാര്യം കൂടിയായിരുന്നു. ബിക്കോസ് ഫോർമുലേഷൻസ് അല്ലെങ്കിൽ ചില ഇൻഗ്രീഡിയൻസ് എല്ലാ ബ്രാൻഡുകളും ഇറക്കുന്നുണ്ടായിരുന്നില്ല. ചില എക്സ്പെൻസീവ് ബ്രാൻഡുകൾ മാത്രമായിരിക്കും ചില ഇൻഗ്രീഡിയൻസ് ഇറക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 5000 രൂപ കൊടുത്തിട്ടും 3000 രൂപ കൊടുത്തിട്ടും ഒക്കെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല കഥ. നമുക്ക് ഫാർമസി പ്രൊഡക്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് അഫോർഡബിൾ ബ്രാൻഡ്സ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട്, ഫോർമുലേഷൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബജറ്റിൽ നിന്നുകൊണ്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ എടുക്കുക എന്നുള്ളത് വളരെയധികം ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന്. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻസിയോട് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചേഞ്ച് എപ്പോഴും കാണാൻ പറ്റും. എപ്പോഴും ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെൻസ് മുടക്കണം എന്ന ആവശ്യമില്ല. പക്ഷേ അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ പറയുന്നത് കേട്ടിട്ട് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ ഇൻഫ്ലുവൻസർ തന്നെ പറയുന്നു വേറൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് കാണിച്ചു ഇതാണ് ബെറ്റർ ആയിട്ടുള്ള പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ അത് വാങ്ങും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഔട്ട്ഡേറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് പലതും മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വാങ്ങി നിങ്ങളുടെ ഷെൽഫ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാർമസിയുടെ ഷെൽഫ് പോലെ ആയിട്ടുണ്ടാവും. പക്ഷെ സ്കിന്നിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ സ്കിന്ന് നന്നായിട്ടിരിക്കുന്നത്. സോ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ക്ലിനിക്കിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കാം. അവിടെയാണ് സ്കിൻ കെയർ എക്സ്പെൻസീവ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ പ്രൊസീജിയേഴ്സ്, എസ്പെഷ്യലി സ്കിൻ കെയർ ക്ലിനിക്സിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് അതും എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഗുവാഷ പോലെയുള്ള ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി സ്കിന്ന് അല്ലെങ്കിൽ ഫേസ് സ്കൾപ്റ്റഡ് ആവും എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു തെറ്റായ കാര്യമാണ്. സ്കിൻ ടൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ടൈറ്റൻ ആവും എന്ന് നമ്മൾ വിചാരിക്കും. അതും തെറ്റായ കാര്യമാണ്. ഇതെങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കാം. അതിനനുസരിച്ചിട്ട് എന്തൊക്കെ ഓരോരോ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പെപ്റ്റൈഡ്സ് അണ്ടർ ഐയിൽ ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. അണ്ടർ ഐയിൽ പെപ്റ്റൈഡ്സ് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് ഫില്ലേഴ്സ് ഇഞ്ചെക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഫില്ലേഴ്സ് വേണ്ടാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു പ്രൊസീജിയറാണ്. അത് നോർമലി എക്സ്പെൻസീവ് ആണ്. പക്ഷെ നിങ്ങൾക്ക് സ്ലോ ആയിട്ടുള്ള റിസൾട്ട് മതി എന്നുണ്ടെങ്കിൽ മൾട്ടി പെപ്റ്റൈഡിന്റെ സിറം കിട്ടും അണ്ടർ ഐയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ റിസൾട്ട് കുറച്ച് സ്ലോ ആകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ റിസൾട്ട് ഉണ്ടാവില്ല എന്നല്ല, അതിന് റിസൾട്ട് ഉണ്ടാവും. ആൻഡ് ഓൾസോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 2026 ഏറ്റവും സ്കിൻ കെയർ ട്രെൻഡിലുള്ള ഒരു കാര്യം ബാരിയർ റിപ്പയർ എന്നുള്ളതാണ്. ബാരിയർ റിപ്പയർ എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും എന്ത് കാര്യം ചെയ്തിട്ടും തിരിച്ച് യാതൊരുവിധ ഫലവും ഉണ്ടാവില്ല. അതായത് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യണം, നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യണം,
ഹാർഷ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണം, ഹൈഡ്രോക്യൂനിൻ ചേർന്നിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പലതും ട്രൈ ചെയ്യും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ജെന്റിൽ ഫേസ് വാഷ്, ജെന്റിൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ, ജെന്റിൽ ആയിട്ടുള്ള ആന്റി ഏജിങ് റൂട്ടീൻ, ഇങ്ങനെയാണ് കൂടുതലായിട്ട് പോകുന്നത്. ഈ ജെന്റിൽ എന്നുള്ള വാക്ക് ഇതിന്റെ ഒക്കെ കൂടെ അഡീഷണൽ ആയിട്ട് ചേരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിന്നിന്റെ ബാരിയർ സപ്പോർട്ടാണ് ഏറ്റവും ആദ്യം വേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. സ്കിന്നിന്റെ ബാരിയർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, സ്കിന്നിന് ആ ബാരിയർ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഭയങ്കര ബെറ്റർ ആയിട്ട് മാറും, ഭയങ്കര ഹെൽത്തി ആയിട്ട് മാറും. ആൻഡ് അതിന്റെ പെർഫോമൻസ് ആണെങ്കിലും, അത് ബൗൺസി ആയിട്ട് നിൽക്കുന്നതാണെങ്കിലും, ആന്റി ഏജിങ് ആണെങ്കിലും, അതെല്ലാം ഇഫക്റ്റീവ് ആയിട്ട് നടക്കുകയും ചെയ്യും. സോ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒന്നും പോയി ചെയ്യുകയല്ല വേണ്ടത്. ജെന്റിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജെന്റിൽ ആയിട്ട് തന്നെ ചെയ്യുക. നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആയിക്കോട്ടെ, നമ്മൾ ഓയിലി പ്രോൺ ആയിക്കോട്ടെ, അങ്ങനെ ആക്നെ പ്രോൺ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഈ ജെന്റിൽ ആയിട്ട് സ്കിന്നിനെ സമീപിക്കുന്ന രീതി എല്ലാവർക്കും തന്നെ ഹെൽപ്ഫുൾ ആയിട്ടേ ഉള്ളൂ. ലക്ഷറി ബ്യൂട്ടിയുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് എക്സോസോം തെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ഗ്രോത്ത് ഫാക്ടർ സിറംസ്, ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ആക്ച്വലി ട്രീറ്റ്മെന്റ്സ് അല്ല, പ്രൊസീജിയേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. ആൻഡ് ഇതൊക്കെ സ്കിൻ ക്ലിനിക്കിലാണ് കൂടുതലായിട്ട് നടത്തുക. ഈവൻ ഗ്ലൂട്ടാത്തിയോൺ IV പോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ അത് എല്ലാവർക്കും ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രത്യേക കൺസേൺ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. എല്ലാ ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്കും ചെയ്യാം. നമുക്ക് ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ സ്കിന്ന് ഭയങ്കര അടിപൊളിയായി മാറും, കുറച്ചും കൂടി ഗ്ലോ വരും എന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് കൂടുതൽ സെൻസിറ്റീവ് ആവുകയും അത് കാരണം പിന്നീട് ബാക്കിയുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയും ഉണ്ട്. സോ ഞാൻ ഈ പറയുന്നത്, ഈ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ആ എക്സ്പെൻസീവ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് അത്രയും വലിയൊരു കൺസേൺ ഉള്ളപ്പോൾ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു നോർമൽ സ്കിൻ കെയർ റുട്ടീനിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. സോ ആസ് ആൻ ഇമേജ് കൺസൾട്ടന്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കിന്നിന് ഗ്ലോ വരുത്താൻ വേണ്ടി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങണം എന്ന് നിർബന്ധമില്ല. സ്കിന്നിന് ഗ്ലോ വരുത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നല്ല ഉറക്കം, സ്ട്രെസ് മാനേജ്മെന്റ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത്തരം കാര്യങ്ങളാണ്. ഇത്തരം ബേസ് ലൈനിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ സ്കിന്ന് ഓവർ എ പീരീഡ് ഓഫ് ടൈം ബ്രൈറ്റൻ അപ്പ് ആവുകയും ഗ്ലോ ആവുകയും ഒക്കെ ചെയ്യും. സോ പറഞ്ഞു വന്നത്, 2026 സ്കിൻ കെയർ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സ്കിൻ കെയർ ആണോ വേണ്ടത് എന്നുള്ളതനുസരിച്ചിരിക്കും. നല്ല സ്കിൻ കെയർ ആണെങ്കിൽ അത് എക്സ്പെൻസീവ് ആവണോ എന്ന് യാതൊരു നിർബന്ധമില്ല, കൺസിസ്റ്റൻസി മാത്രം മതി. നോർമലി മാർക്കറ്റിങ്ങിനാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതിനാണ് സ്കിൻ കെയറിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ ചെലവേറിയ ഒരു കാര്യം. പക്ഷെ നമുക്കൊക്കെ വേണ്ടത് വളരെ ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ശരിയായ പ്രൊഡക്റ്റ് ആണോ നോക്കുക. ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലി സ്കിന്നിന് ടൈപ്പിൽ ആവശ്യമുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് പറ്റിയ രീതിയിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ ഓവർ എ പീരീഡ് ഓഫ് ടൈം സീസൺ മാറുന്നതനുസരിച്ച് സ്കിന്നിന്റെ സ്വഭാവവും മാറും. എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പ്രായമാവുന്നതനുസരിച്ചിട്ടും സ്കിന്നിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ ഒബ്സർവ് ചെയ്യുകയും അതിനനുസരിച്ച് സ്കിൻ കെയർ റുട്ടീനിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സോ പ്രൊസീജിയേഴ്സോ അതുപോലെ തന്നെ പ്രോഡക്ട്സോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമായി വരില്ല. നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രം, നല്ല പ്രൊഡക്ട്സും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.